കെ സുധാകരനെ മാറ്റേണ്ടുന്ന ആവശ്യം ഇവിടെയില്ല. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുക മാത്രമല്ല, വയനാട്ടിൽ ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു. കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് സുധാകരനെ മാറ്റേണ്ടുന്ന കാര്യമൊന്നുമില്ലെന്നും തരൂർ പ്രതികരിച്ചു. മാറ്റുകയാണെങ്കിൽ കെ സുധാകരനെ മാത്രമായി മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്ന് തരൂർ പറഞ്ഞു. യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം കൂട്ടണം, പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണം, പുതുമുഖങ്ങളായ 50 വയസ്സിന് താഴെയുള്ള നേതാക്കൾക്ക് 50% സംവരണം എന്നാണ് ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ KPCC മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് സീറ്റ് നൽകിയെങ്കിലും വിജയിച്ചില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പ്രചരണത്തിന് വെറും 3 ആഴ്ച മാത്രമാണ് കിട്ടിയത്. അതാണ് തിരിച്ചടിയായതെന്നും തരൂർ പറഞ്ഞു. ITV ന്യൂസ് കഴിഞ്ഞ ദിവസം നൽകിയ ചെറുപ്പമാകാനൊരുങ്ങി KPCC തരംഗമായി പാലക്കാടൻ മോഡൽ എന്ന തലക്കെട്ടോടെ നൽകിയ വാർത്തയിൽ പറഞ്ഞ പല കാര്യങ്ങളെയും അനുകൂലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം ഒരു പ്രതികരണം നടത്തിയത്. കെ സുധാകരനെ അടക്കം മാറ്റി അടിമുടി അഴിച്ചുപണി വേണമെന്നാണ് ഒരു ഭാഗത്തിന്റെ ആവശ്യം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ സമൂല മാറ്റം വേണമെന്ന ആവശ്യം ഒരു വശത്ത് ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുധാകരനെ മാറ്റാനുള്ള ചില MP-മാരുടെ അടക്കം നീക്കങ്ങൾക്കൊപ്പമായിരുന്നു VD സതീശൻ. ഇപ്പോൾ പക്ഷേ സ്വന്തം നിലയ്ക്കുള്ള ശ്രമം അദ്ദേഹം കുറച്ചിട്ടുണ്ട്. പകരം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. കണ്ണൂരിലെ സുധാകരന്റെ ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി മുന്നേറ്റവും ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും സുധാകരന്റെയും കരുത്തുകൂട്ടി. മാറ്റിയാൽ സുധാകരൻ എന്തും ചെയ്യുമെന്ന പ്രതിസന്ധിയും പാർട്ടിക്ക് മുന്നിലുണ്ട്. അതിലെല്ലാം ഉപരി സുധാകരൻ മാറിയാൽ പകരം ആരെന്ന ചോദ്യവും പ്രസക്തമാണ്. സാമുദായിക സമവാക്യം പാലിച്ചൊരു സർവ്വസമ്മതന്റെ പേര് ഇതുവരെ ഒരു ചേരിക്കും മുന്നിട്ട് വെക്കാനായിട്ടില്ല. പ്രസിഡന്റ് മാറുന്ന പ്രശ്നമില്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. KPCC-യിലും DCC-കളിലും അഴിച്ചുപണിക്കുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ. 10 DCC അധ്യക്ഷന്മാരെയെങ്കിലും ഉടൻ മാറ്റുവാനാണ് നീക്കം. ഇനി തരൂരിന്റെ പ്രതികരണത്തിലേക്ക്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കാൻ അറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു മാറ്റത്തിന് ഒരു ആവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ലോക്സഭയിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവന്ന് 19 സീറ്റ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഉണ്ടായിരുന്ന സീറ്റുകളൊക്കെ ഈ ബൈ ഇലക്ഷനിൽ നിലനിർത്താൻ സാധിച്ചു. വയനാട്ടിൽ ഭൂരിപക്ഷം കൂടി ചെയ്തു. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ദോഷമെന്ന് മനസ്സിലായില്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം തുടരാൻ എന്തായാലും അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് മാറ്റാനുള്ള അർത്ഥമില്ല. ഇനി വേറെ വല്ല പുനഃസംഘടനത്തെ കാര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പല വേറെ പോസ്റ്റും അവർ മാറ്റാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാക്കേജായിട്ട് നോക്കുകയാണെങ്കിൽ അത് വേറെ കഥയായിരിക്കും. പക്ഷേ എനിക്ക് ഇത് വെറും ഒരു റൂമറായിട്ട് കേട്ടിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. നോക്കൂ, ഇങ്ങനെ ഒരു ഫോർമൽ ചർച്ചയായിട്ട് നടന്നു. ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ അംഗമാണ്. അവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിലും കൂടി ഒരു പുനഃസംഘടനത്തെക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു തീരുമാനം അഥവാ ഹൈക്കമാൻഡ് എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്തായാലും അതിനെക്കുറിച്ച് ഇതുവരെ അറിവില്ല. ഒരു പുനഃസംഘടനയിൽ പോവുകയാണെങ്കിൽ വനിതാ പ്രാതിനിധ്യവും യുവാക്കളുടെ പ്രാതിനിധ്യവും പല കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഉദയപൂരിൽ നമ്മൾ പല കാര്യങ്ങൾ തീരുമാനിച്ചു. അതിൽ മഹിളാ സാന്നിധ്യം എല്ലാവരുടെയും കുറച്ചും കൂടി കൂടണം. അതുപോലെ തന്നെ 50% SC ST OBC മൈനോറിറ്റീസ്, അതാണ് ഒരു ഫോർമുല ആയിട്ട് തീരുമാനിച്ചു. ആ 50% നമ്മൾ എത്തിയിട്ടില്ല എന്ന് ചില ഭാഗത്ത് പരാതികളുണ്ട്. വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ബാക്കി എല്ലാവരും ഇല്ല. അതിൽ മഹിളയുടെ എണ്ണം പോരാന്നും ഒരു വിശ്വാസമുണ്ട്. കേരളത്തിൽ നമ്മൾ കണ്ടുവല്ലോ, നമ്മൾ കൊടുത്ത സ്ഥാനാർത്ഥി സ്ഥാനത്തിലും കൂടി മഹിളകൾ പോരാ എന്നായിരുന്നു. അപ്പോൾ ഭാഗ്യത്തോട് പ്രിയങ്ക ഭദ്ര ജയിച്ചു, നമ്മുടെ രമ്യ ജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മഹിളാ സ്ഥാനാർത്ഥി കേരളത്തിൽ ജയിച്ചു, നമുക്കൊരു അഭിമാനം തന്നെയാണ്. പക്ഷെ ഇനിയും വേണം, അതും ഒരു ആവശ്യമാണ്. ബാക്കിയെല്ലാം ഉദയപൂർ പ്രിൻസിപ്പൽസ് യുവാക്കൾക്കൊരു ഒരു പ്രാധാന്യം കൊടുക്കണം. കഴിഞ്ഞ തവണ പല യുവാക്കൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് അവർ ജയിച്ചില്ല എന്നും ഒരു പരാതിയുണ്ട് 21-ത്തെ തെരഞ്ഞെടുപ്പിൽ. അതിന് എൻ്റെ മറുപടി, അവരുടെ പ്രായമോ അവരുടെ പുതുമുഖമായതല്ലായിരുന്നു തെറ്റ്. അവർക്ക് ആകെ 3 ആഴ്ച കിട്ടിയുള്ളൂ ജനങ്ങളോടൊപ്പം അവരെ പരിചയപ്പെടുത്താനും
സംസാരിക്കാനും അറിയപ്പെടാനും. അതുകൊണ്ട് നമ്മൾക്ക് പുതുമുഖങ്ങളോ ചെറുപ്പക്കാരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ അവർക്ക് കുറച്ചും കൂടി സമയം കൊടുക്കണം, കുറച്ചുകൂടി നേരത്തെ ഒരു തീരുമാനം എടുക്കണം. അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലോ അല്ലെങ്കിൽ അസംബ്ലി നമ്മൾ നിയമസഭ തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ കുറച്ചെങ്കിലും കൂടുതൽ സമയം കൊടുക്കണം, മാസങ്ങൾ കൊടുക്കണം, ആഴ്ചകൾ മാത്രമല്ല. അതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ഈ വാർഡ് വിഭജനം വലിയൊരു വിവാദത്തിലേക്ക് കിടക്കുകയാണല്ലോ. അതെ, എൻ്റെ തിരുവനന്തപുരത്ത് തന്നെ തീരദേശത്തിലത്തെ പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ അസന്തുഷ്ടമാണ്. അവരെന്നെ വന്ന് കണ്ടു കഴിഞ്ഞു. ഈ കാര്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചില തീരുമാനം എടുക്കണമെന്ന് ക്ലിയർ അല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ പ്രിൻസിപ്പിൾസ്, എന്താ നിയമം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ സ്പഷ്ടമായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് എപ്പോഴും ചില സസ്പെഷൻസ് ഉണ്ടാകും. എന്താണ്, വേറെ വല്ല ഉദ്ദേശത്താണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, ഇത് രാഷ്ട്രീയമാണോ, അത് ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബെനിഫിറ്റ് ആണോ, പോപ്പുലേഷൻ വ്യത്യാസം അത്രയൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്ന് പലർക്കും നല്ല ചോദ്യങ്ങളുണ്ട് അവർ മനസ്സിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.